നമസ്കാരം കൂട്ടുകാരെ, മനുഷ്യചരിത്രത്തെയും ശാസ്ത്രത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന അന്വേഷണങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കടലിലെ ആഴങ്ങളെക്കുറിച്ചും അവിടെ പതിയിരിക്കുന്ന അന്ധകാരത്തെക്കുറിച്ചും നൂറ്റാണ്ടുകളായി വിശ്വാസികളും ശാസ്ത്രജ്ഞരും തമ്മിൽ തർക്കത്തിലേർപ്പെടുന്ന ചില പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചുമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആ ഖുർആനിൽ ഉദ്ധരിക്കപ്പെട്ട 24-ാം അധ്യായത്തിലെ 40-ാം സൂക്തവും അതോടൊപ്പം തന്നെ വിശ്വാസികൾ വലിയൊരു ശാസ്ത്രമായി കൊണ്ടാടാറുള്ള 55-ാം അധ്യായത്തിലെ കടലുകൾ തമ്മിലുള്ള വേർതിരിവിനെക്കുറിച്ചുള്ള വചനവുമാണ്. ഈ വരികൾക്ക് പിന്നിലെ യഥാർത്ഥ വസ്തുത എന്താണ്? ഇത് കേവലം ഭാവനാപരമായ ഉപമകളാണോ അതോ വരാനിരിക്കുന്ന ശാസ്ത്രത്തെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള അറിയിപ്പുകളാണോ? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം നമുക്ക് ആ ഇരുട്ടിന്റെ ലോകത്തേക്കൊന്നു പോകാം. ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ആഴമേറിയ ഒരു സമുദ്രത്തിലെ അന്ധകാരങ്ങളെപ്പോലെയാകുന്നു. അതിനെ തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു, അതിനുമീതെയും തിരമാലയുണ്ട്, അതിനുമീതെ കാർമേഘവും. അങ്ങനെ ഒന്നിനുമീതെ ഒന്നായി വിവിധ അന്ധകാരങ്ങൾ. തന്റെ കൈ പുറത്തുകാട്ടിയാൽ പോലും അവനത് കാണാൻ കഴിയില്ല. കേൾക്കുമ്പോൾ തന്നെ വലിയൊരു നിഗൂഢത ഈ വരികളിൽ നമുക്ക് തോന്നും. ആധുനിക സമുദ്രശാസ്ത്രം പറയുന്നത് കടലിന്റെ 200 മീറ്ററിന് താഴേക്ക് പോകുമ്പോൾ വെളിച്ചം കുറഞ്ഞു തുടങ്ങുമെന്നും 1000 മീറ്ററിന് താഴെയെത്തുമ്പോൾ പൂർണ്ണമായ അന്ധകാരമാണെന്നുമാണ്. എന്നാൽ ഇതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതൊരു ഗ്രന്ഥമായാലും അതിലെ വരികൾക്ക് ഒരു അർത്ഥവും അത് നൽകാനുദ്ദേശിക്കുന്ന ഒരു സന്ദേശവുമുണ്ടാകും. മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ തന്നെ വലിയ ബഹുമാനമുള്ള അമാനി മൗലവിയുടെയും ഇബ്നു അബ്ബാസിന്റെയും ഒക്കെ തഫ്സീറുകൾ നമ്മൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും: ഇവരാരും തന്നെ ഇതിനെ ഒരു സമുദ്രശാസ്ത്ര പാഠമായിട്ടല്ല കണ്ടത്, മറിച്ച് ഇതൊരു മനോഹരമായ ഉപമയാണ്. ഒരു അവിശ്വാസിയുടെ അവസ്ഥയെ വിവരിക്കാനാണ് ഈ വരികൾ ഉപയോഗിച്ചിരിക്കുന്നത്. മുമ്പത്തെ ആയത്തിൽ മരുഭൂമിയിലെ മരീചികയെക്കുറിച്ച് പറയുന്നുണ്ട്. ദാഹിച്ചു വലഞ്ഞവൻ ദൂരെ വെള്ളം കണ്ട് ഓടിച്ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ലാതെ വരുന്നതുപോലെ വിശ്വാസമില്ലാത്തവരുടെ സൽപ്രവർത്തനങ്ങൾ പരലോകത്ത് ഫലശൂന്യമാകുമെന്ന് അല്ലാഹു ഉപമിക്കുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കടലിലെ ഇരുട്ടിന്റെ ഉപമ വരുന്നത്. അതായത് അറിവില്ലായ്മയുടെയും സത്യനിഷേധത്തിന്റെയും ആഴം വ്യക്തമാക്കാൻ വേണ്ടി അന്നത്തെ അറബികൾക്ക് സുപരിചിതമായ ചില കാര്യങ്ങളെ ഇവിടെ കോർത്തിണക്കുകയാണ്. ഒരു ഉപമ ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ ഉപമയിൽ പറയുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നവൻ മുൻധാരണ വേണം. പാലുപോലെ വെളുത്തത് എന്ന് പറയുമ്പോൾ പാൽ കണ്ടിട്ടുള്ളവന് മാത്രമേ ആ വെളുപ്പ് മനസ്സിലാകൂ. അറബികൾ പാരമ്പര്യമായി കച്ചവടക്കാരും കടലിൽ മുത്തുപറക്കാൻ പോകുന്നവരുമാണ്. ആഴക്കടലിലെ അപകടങ്ങളെക്കുറിച്ചും കൊടുങ്കാറ്റുള്ളപ്പോൾ തിരമാലകൾക്ക് മുകളിൽ തിരമാലകൾ അടിച്ചുമുണ്ടാകുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ചും അവർക്ക് നേരിട്ട് അറിവുണ്ടായിരുന്നു. തന്റെ കൈപോലും കാണാൻ കഴിയാത്ത അത്രയും ഇരുട്ട് എന്ന പ്രയോഗം അജ്ഞതയുടെ ആഴത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു കാവ്യാത്മക ശൈലി മാത്രമാണ്. ഇതിനെപ്പിടിച്ചാണ് പലരും സമുദ്രത്തിനടിയിലെ ഇന്റേണൽ വേവ്സിനെ ഖുർആൻ നേരത്തെ പറഞ്ഞു എന്ന് വാദിക്കുന്നത്. എന്നാൽ പണ്ഡിതന്മാരുടെ തന്നെ അഭിപ്രായത്തിൽ സത്യം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ മനസ്സിനെയാണ് ഈ തിരമാലകൾക്ക് മുകളിലുള്ള തിരമാല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രശസ്തമായ വിഷയത്തിലേക്ക് വരാം. അതായത് രണ്ട് കടലുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവ കലരുന്നില്ല എന്ന വാദം. 55-ാം അധ്യായത്തിലെ 19-20 വചനങ്ങൾ പറയുന്നത് രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു, അവക്കിടയിൽ ഒരു മറയുണ്ട് എന്നാണ്. ഇതിനെ ആധുനിക കാലത്ത് ഹാലോക്ലൈൻ എന്ന പ്രതിഭാസവുമായി ബന്ധിപ്പിക്കാറുണ്ട്. ലവണാംശത്തിലോ താപനിലയിലോ വ്യത്യാസമുള്ള രണ്ട് ജലപിണ്ഡങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ പെട്ടെന്ന് ലയിച്ചു ചേരാതെ ഒരു അതിർവരമ്പ് പോലെ കാണപ്പെടുന്ന പ്രതിഭാസമാണിത്. അലാസ്ക ഉൾക്കടലിലൊക്കെ ഇതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണാറുമുണ്ട്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഒന്നാമതായി ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ കടലുകൾ ലയിക്കാതിരിക്കുന്നില്ല, അവ വളരെ പതുക്കെ ലയിക്കുന്നുണ്ട്. ഡെൻസിറ്റി വ്യത്യാസം കാരണം ആ ലയനത്തിന് സമയമെടുക്കുന്നു എന്നു മാത്രം. പക്ഷേ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെ എങ്ങനെയാണ് കണ്ടത് എന്ന് നോക്കുന്നത് രസകരമാണ്. പഴയകാല തഫ്സീറുകൾ പറയുന്നത് ഇത് ശുദ്ധജലവും ഉപ്പുവെള്ളവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് എന്നാണ്. നദികൾ കടലിൽ വന്നു ചേരുമ്പോൾ കുറച്ചു ദൂരത്തേക്ക് ആ മധുരജലം ഉപ്പുവെള്ളവുമായി കലരാതെ നിൽക്കുന്നത് കാണാം. കടൽ തീരങ്ങളിൽ ജീവിക്കുന്ന ഏതൊരു സാധാരണക്കാരനും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണിത്. ഇതിനെയാണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായി ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഇതിൽ വലിയൊരു ശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വാദിക്കുന്നവർ പണ്ഡിതന്മാർ പറയുന്ന മറ എന്നതിനെ ഒരു അദൃശ്യ ശക്തിയായി കാണുന്നു. എന്നാൽ പല വ്യാഖ്യാതാക്കളും ഇത് കരയെക്കുറിച്ചോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങളെക്കുറിച്ചോ ആണ് സൂചിപ്പിക്കുന്നതെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ഭൂമിയിൽ യഥാർത്ഥത്തിൽ രണ്ട് സമുദ്രങ്ങളില്ല എന്നതാണ്. ഭൂമിയിലുള്ളത് ഒരൊറ്റ വലിയ ജലസഞ്ചയമാണ്. നമ്മൾ സൗകര്യത്തിനു വേണ്ടി അതിനെ അറ്റ്ലാന്റിക് എന്നും പസഫിക് എന്നും ഇന്ത്യൻ മഹാസമുദ്രം എന്നുമൊക്കെ വിളിക്കുന്നു എന്നു മാത്രം. ജലാശയങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്ത് കാണുന്ന ഈ താൽക്കാലികമായ കാഴ്ചയെ ആഗോള സമുദ്രശാസ്ത്രമായി വ്യാഖ്യാനിക്കുന്നത് എത്രത്തോളം യുക്തിഭദ്രമാണ്? വിശ്വാസികൾ പലപ്പോഴും ഈ വരികളെ ശാസ്ത്രീയ സത്യങ്ങളായി അവതരിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു തർക്കവിഷയം എന്നതിലുപരി വായനക്കാരെ തെറ്റായ ധാരണകളിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. മതം പറയാനുദ്ദേശിച്ച ധാർമ്മികമായ ഉപമകളെ ശാസ്ത്രത്തിന്റെ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് അത് 1400 വർഷം മുമ്പേ കണ്ടെത്തിയെന്ന് പറയുന്നത് ശാസ്ത്രത്തോടും ആ മതഗ്രന്ഥത്തോടും ചെയ്യുന്ന അനീതിയാണ്. കാരണം ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കും. ഇന്ന് സത്യമെന്ന് കരുതുന്നത് നാളെ തിരുത്തപ്പെട്ടേക്കാം.
എന്നാൽ മതം പറയുന്ന കാര്യങ്ങൾ മാറ്റമില്ലാത്തതാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. അപ്പോൾ ശാസ്ത്രം മാറുമ്പോൾ ഈ വ്യാഖ്യാനങ്ങളും മാറ്റിപ്പറയേണ്ടിവരും. യഥാർത്ഥത്തിൽ പൗരാണിക പണ്ഡിതന്മാർ ഇതിനെ എത്ര ലളിതമായാണ് കണ്ടിരുന്നത് എന്ന് നോക്കൂ. അവർക്ക് ഇതൊരു ഉപമയായിരുന്നു, ജീവിത യാഥാർത്ഥ്യങ്ങളെ വിശ്വാസവുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു മാർഗമായിരുന്നു. നമ്മൾ ഇന്ന് കണ്ട 2 ഉദാഹരണങ്ങളും ആഴക്കടലിലെ ഇരുട്ടായാലും കടലുകൾ തമ്മിലുള്ള വേർതിരിവായാലും അവയുടെ ചരിത്രപരവും ഭാഷാപരവുമായ അർത്ഥം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അന്നത്തെ മനുഷ്യർക്ക് പരിചിതമായ ലോകത്തെക്കുറിച്ചുള്ള വർണ്ണനകളാണ് എന്നാണ്. അതിൽ സമുദ്രത്തിന്റെ ആഴം അളക്കാനോ പ്രകാശത്തിന്റെ റിഫ്രാക്ഷൻ പഠിക്കാനോ ഉള്ള ഫോർമുലകളില്ല. മറിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരു ഗുണപാഠം നൽകുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ശാസ്ത്രവും മതവും തമ്മിലുള്ള ഇത്തരം കൂട്ടിമുട്ടലുകളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? കൂടുതൽ ചർച്ചകൾക്കായി നമുക്ക് കമന്റ് ബോക്സിൽ ഒത്തുചേരാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.